ചെന്നൈയിൻ എഫ്.സിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷിക്കണോ, ആശങ്കപ്പെടണോ, മിസ് ചെയ്യണോ എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. കാരണം അവർ ദീപേന്ദ്ര വിശ്വാസിനെ തങ്ങളുടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അത്ര വലിയ പ്രൊഫൈൽ ഇല്ലാത്ത 1-2 താരങ്ങളുടെ സൈനിങ്ങും ചെന്നൈയിൻ എഫ്.സി ഇതിനോടകം തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദീപേന്ദുവിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വളർത്തിക്കൊണ്ടുവന്നത് തങ്ങളുടെ വരുംകാല നായകനായിട്ടൊക്കെ ആയിരുന്നു. അത്രമാത്രം ഹൈപ്പ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒരു കൊച്ചു താരത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ദീപേന്ദു തന്നെയായിരുന്നു. ആ ദീപേന്ദുവിനെ ചെന്നൈക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ചില്ലറ കാര്യമൊന്നുമല്ല, അത് വളരെ വലിയ നേട്ടം തന്നെയാണ്. അതിനകത്ത് ചെന്നൈയിൻ എഫ്.സിയുടെ ആരാധകർ സന്തോഷിക്കും, അത് അവരുടെ അവകാശമാണ്, അർഹതയാണ്. പക്ഷേ അവരെ കിരീട ജേതാക്കളാക്കിയ ചെന്നൈയിൻ എഫ്.സി ആരാധകരുടെ സ്വന്തം വാത്തി ഓവൻ കോയിൽ മറ്റൊരു ക്ലബിന്റെ പരിശീലകനായി പോകുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയായിരിക്കും. കാരണം മറീനയിൽ എല്ലാം തൻ്റെ കൈക്കുമ്പിളിൽ എന്നവണ്ണം അറിയാൻ കഴിയുന്ന ഒരു പരിശീലകനാണ് ഓവൻ കോയിൽ. അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പുതുതായിട്ട് വരുന്ന ചർച്ചിൽ ബ്രദേഴ്സിന്റെ പരിശീലകനായി പോകുമ്പോൾ അത് തങ്ങളുടെ വാത്തിയെ എതിരാളിയായി വീണ്ടും കാണേണ്ടി വരുന്നതിലുള്ള ഒരു ദുഃഖം ചെന്നൈയിൻ എഫ്.സിയുടെ ആരാധകർക്ക് ഉണ്ടായിരിക്കും. അപ്പം സത്യം പറഞ്ഞാൽ ചെന്നൈയിൻ എഫ്.സിയുടെ ആരാധകർ ഇപ്പോൾ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റിലാണ്. സങ്കടത്തിൻ്റെയും ഹാപ്പിനെസ്സിൻ്റെയും ഒരു മിക്സഡ് സോണിലാണെന്ന് പറയാം.